ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കേബിൾ കാർ റൈഡ് കഴിഞ്ഞ് ട്രെയിൻ റൈഡ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഞങ്ങളൊരു ഗുഹയ്ക്കകത്തൂടെ ടണൽ പോലെ തന്നെ അതിലെ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ അപ്പോൾ കാണാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു സ്പിങ്സ് ഒബ്സർവേറ്ററി, ഐസ് പാലസ്, ആൽഫൈൻ സെൻസേഷൻ, ഗ്ലേഷ്യർ പ്ലാറ്റോ. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അവിടെ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്നുവെച്ചാൽ ഒരു ഗ്രൂപ്പ് ടൂറിലായിരുന്നു പോയിരുന്നത്. അതാ ഇവിടെയാണ് സ്പിങ്സ് ഒബ്സർവേറ്ററിയിലേക്ക് പോകാനുള്ള വഴി. നേരെ പോയി കഴിഞ്ഞാൽ ആൽഫൈൻ സെൻസേഷനിലാണ്. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പ് ടൂറിൽ പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനകത്ത് കറങ്ങാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കവർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു സ്പിങ്സ് ഒബ്സർവേറ്ററി പിന്നെ ആവാം, അവിടെ എന്തോ തിയേറ്ററാണെന്നൊക്കെ. പക്ഷേ അത് വളരെ നല്ലതാണെന്നാണ് പിന്നെ ഞാൻ അറിഞ്ഞത്. പക്ഷേ നമ്മൾ അവിടേക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ നേരെ ആ ആൽഫൈൻ സെൻസേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഭയങ്കര ഡെക്കറേറ്റീവായിട്ട് കളർഫുള്ളായിട്ടും കുറേ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ആനിമൽ സ്കൾപ്ചേഴ്സ്, വേറെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ അവർ. പിന്നെ ഇവിടെ മാപ്പ്, എങ്ങോട്ടൊക്കെ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളതിൻ്റെ ഡയറക്ഷൻസ് എല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റോറൻ്റ് ഉണ്ട്, അതിനകത്ത് വാഷ്റൂമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ഡയറക്ഷൻസ് നമ്മൾ നോക്കിയിട്ട് ഞങ്ങൾ വിചാരിച്ചത് എന്താ അറിയുമോ, ആ ഗ്ലേഷ്യർ പ്ലാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസിൻ്റെ ഇതല്ലേ, അത് കാണാനാണല്ലോ നമ്മൾ ഇവിടുന്നേ തന്നെ പിന്നെ നോക്കി വന്നത്. അപ്പോൾ അതിന് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നേരെ ഗ്ലേഷ്യർ പ്ലാറ്റോയിലേക്ക് പോകുമായിരുന്നു. ആ പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ ആൽഫൈൻ സെൻസേഷനിൽ കൂടിയാണ് നമ്മൾ പോവുക. അപ്പോൾ അവിടെ കുറേ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ മാച്ചസ് ഒക്കെ നടക്കും. ക്രിക്കറ്റ് മാച്ച്, ഫുട്ബോൾ മാച്ച്, ചിലപ്പം കരാട്ടെ, അങ്ങനത്തെ എന്തൊക്കെയോ മാച്ചുകളൊക്കെ നടക്കും. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും ഒക്കെ ഇവർ സൈഡിലിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇവരുണ്ടാക്കിയത്, റിസർച്ച് ചെയ്തത്, ആ സമയത്തുള്ള ഓരോരോ പിന്നെ കാര്യങ്ങൾ അതൊക്കെ അവരവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചും കണ്ടും നമുക്കിങ്ങനെ നടക്കാം. അങ്ങനെ നടന്ന് നമ്മൾ പോകുമ്പോൾ കുറച്ച് നടക്കാനുണ്ട്. നല്ല തണുപ്പ്, -ഡിഗ്രിയാണ് അതിനകത്ത്. പോകുമ്പോൾ നമ്മൾ വിചാരിക്കാണ്ട് ഇങ്ങനെ ആ ഗ്ലേഷ്യർ പ്ലാറ്റോയിലേക്ക് നമ്മൾ എത്തും. അപ്പോഴാണ് ശരിക്കും നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങനെ കണ്ണെത്താ ദൂരത്ത് ഐസ് കിടക്കുന്ന ആ ഒരു ഏരിയയിൽ നമ്മളെത്തി. അപ്പം വളരെ നമുക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാകും. എന്ന് വെച്ചാൽ നമ്മൾ ഇത് പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ നടന്ന് വന്നപ്പോൾ നേരെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയയിൽ ഫുൾ ഐസ്. അവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ആൾക്കാരെല്ലാവരും കൂടി അവിടെ ഇരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഗ്ലൈഡിങ് എന്തൊക്കെയോ ചെയ്യുന്നു, കുറേ സ്നോ ആക്ടിവിറ്റീസൊക്കെ. ഞങ്ങളതൊന്നും ചെയ്തില്ല, കാര്യം നമുക്ക് സമയമില്ലായിരുന്നു, ഒട്ടും സമയമില്ലായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നല്ലോണം സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഐസ് പാലസും കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ തൽക്കാലം ഇന്നിതിപ്പം ഇവിടെ ഞാൻ നിർത്തിയിട്ട് നാളെ ഞങ്ങൾ ഐസ് പാലസിൽ പോയതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നാളെ വരാം. അപ്പം എല്ലാവർക്കും ബൈ, നാളെ കാണാം.